നമസ്കാരം, എല്ലാവർക്കും മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന പാഠം ഏതാണ്? വെളിച്ചത്തിന്റെ വിരലുകൾ. എല്ലാവരും ടെക്സ്റ്റ് ബുക്ക് എടുത്തിട്ടില്ലേ? ടെക്സ്റ്റ് ബുക്ക് എടുത്തിരുന്നോളൂ കേട്ടാ. വെളിച്ചത്തിന്റെ വിരലുകൾ എന്ന പാഠഭാഗമാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ആരുടേതാണ്? ഉറൂബിന്റെ ഉമ്മാച്ചു എന്ന നോവലിന്റെ ഒരു ഭാഗമാണ് വെളിച്ചത്തിന്റെ വിരലുകൾ. നമ്മൾ ഇത് കഴിഞ്ഞ ക്ലാസ്സില് ഉമ്മാച്ചു എന്ന നോവലിന്റെ കഥ പറഞ്ഞതാണ് അല്ലെ, സംഗ്രഹം സൂചിപ്പിച്ചതാണ്. അപ്പോൾ എന്താണ്? മായനെ കാണാൻ മരക്കാർ വരുന്നത് മുതലാണ് പാഠഭാഗം ആരംഭിക്കുന്നത്. ഒന്നുകൂടെ പറയാം. മായൻ, വീരാൻ, ഉമ്മാച്ചു എന്നിവരെന്താണ്? ആരായിരുന്നു? കളിക്കൂട്ടുകാരായിരുന്നു അല്ലെ. യൗവനത്തിലെത്തിയതോടുകൂടെ എന്താണ്? ഉമ്മാച്ചുവിനോട് മായനും വീരാനും പ്രണയമായി. ഉമ്മാച്ചുവിന് മായനെയാണ് ഇഷ്ടം. എന്നാലോ വീട്ടുകാർ വിവാഹം കഴിച്ചു കൊടുക്കുന്നത് വീരാനാണ്, ഉമ്മാച്ചുവിന്. പ്രത്യേക സാഹചര്യത്തിൽ ഉമ്മാച്ചുവിന് അതിന് സമ്മതിക്കേണ്ടതായും വന്നു. അങ്ങനെ ഉമ്മാച്ചുവിന് വീരാനിലും ഒരു മകനുണ്ടാകുന്നു, അബ്ദു. ഇവരെ വിവാഹത്തിന് തടസ്സം നിന്ന് വീരാന്റെയും ഉമ്മാച്ചുവിന്റെയും വിവാഹം നടത്താൻ മുൻപന്തിയിൽ നിന്ന അബ്ദുണ്ണിക്ക എന്ന വൃദ്ധനെ മായൻ തല്ലി വീഴ്ത്തി. അബ്ദുണ്ണിക്ക മരിച്ചെന്ന് കരുതി എന്ത് ചെയ്യണം? മായൻ നാട് വിടുകയാണ്, വയനാട്ടിലേക്ക്. അവിടെ വെച്ച് ഈ അബ്ദുണ്ണിക്കയുടെ മകനായ ഹസനെ പരിചയപ്പെടുന്നു, ഹസനുമായി സുഹൃത്താവുന്നു. അപ്പോൾ എന്താണ് മനസ്സിലാക്കുന്നത്? താൻ തല്ലിയത് കൊണ്ടല്ല മരിച്ചത് എന്ന സത്യം മായൻ തിരിച്ചറിയുന്നു. അങ്ങനെ മായൻ എന്ത് ചെയ്യാണ്? വീണ്ടും നാട്ടിലേക്ക് വരികയാണ്. വീണ്ടും ഉമ്മാച്ചുവിനെ കണ്ടുമുട്ടുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു? അവർ സംസാരിക്കുന്നു. അതിനുശേഷം മായൻ ഒരു രാത്രി വീരാനെ കൊല്ലുന്നു. വീരാനെ, തന്റെ ഉപ്പയെ കൊന്നത് മായനാണെന്നുള്ള കാര്യം അബ്ദു മനസ്സിലാക്കുന്നു. അതിനുശേഷം എന്ത് ചെയ്യുന്നു? ഉമ്മാച്ചുവിനെ മായൻ വിവാഹം കഴിക്കുന്നു. തന്റെ ഉപ്പയെ കൊന്നത് മായനാണെന്നുള്ള സത്യം അബ്ദു മനസ്സിലാക്കുന്നു. അപ്പോൾ എന്ത് ചെയ്യാണ്? അബ്ദുവിനെ നേരിടാനുള്ള ബുദ്ധിമുട്ട് കൊണ്ട് മായൻ അവിടെ നിന്ന് വയനാട്ടിലേക്ക് വീണ്ടും ഹസന്റെ അടുത്തേക്ക് മാറുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എന്താണ്? മായനിലും ഉമ്മാച്ചുവിലും ഉണ്ടായ പുത്രനാണ് ആര്? നമ്മുടെ മരക്കാറും പിന്നെ ഒരു കുട്ടിയും കൂടി ഉണ്ട്, ഹൈദ്രോസ്. അപ്പോൾ മരക്കാര് ആരെ കാണാൻ വരുന്നതാണ്? മായനെ കാണാൻ വരുന്നതും മായനെ വീട്ടിലേക്ക് കൂട്ടി, കഥകളൊന്നും അറിയാതെ മരക്കാര് മായനെ കാണാൻ വരുന്നതും വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരാൻ ശ്രമിക്കുന്നതുമാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് അല്ലേ. ആ ഭാഗം നമ്മൾ എടുത്തു. ഇനി നമുക്ക് അടുത്ത ഭാഗം നോക്കാം. എല്ലാവരും ടെക്സ്റ്റ് ബുക്ക് എടുക്കുക. ടെക്സ്റ്റ് ബുക്ക് എടുത്തിട്ട് നോക്കിക്കോളൂട്ടാ. മരക്കാർ അവര് കണ്ട് മരക്കാര് മായനുമായിട്ട് അവിടുന്ന് പോരുകയാണ്. മരക്കാർ ഇറങ്ങി നിൽക്കുന്നത് മായൻ വളരെ ദുഃഖത്തോടെ നോക്കുകയാണ്. മരക്കാർ ഇറങ്ങി നടന്നു. പടി വരെ മായനും പിന്നാലെ പോയി. ഒരു കൊച്ചു മോട്ടോർ ബോട്ട് വലിച്ചു കൊണ്ടുപോകുന്ന കെട്ടുവഞ്ചി പോലെ. അപ്പോ ഈ കൊച്ചു മോട്ടോർ ബോട്ട് എന്ന് പറയുന്നത് ആരെയാണ്? മരക്കാരെയാണ് കൊച്ചു മോട്ടോർ ബോട്ട് എന്ന് പറയുന്നത്. അതായത് ബോട്ടിന് എന്താണ് കുറച്ചും കൂടെ സ്പീഡ് കൂടുതലുണ്ട് അല്ലെ, വേഗത കൂടുതലുണ്ട്. അപ്പൊ അത് ആരായിട്ടാണ് സൂചിപ്പിക്കുന്നത്? മരക്കാരെയായിട്ട്. മരക്കാര് ചെറുപ്പമാണ്. അപ്പൊ അതുകൊണ്ട് മരക്കാരോടാണ് മോട്ടോർ ബോട്ടിനെ സാദൃശ്യപ്പെടുത്തുന്നത്. കെട്ടുവഞ്ചിയായി സാദൃശ്യപ്പെടുത്തുന്നത് ആരെയാണ്? മായനെയാണ്. അപ്പോൾ എന്താണ്? വലിച്ചു കൊണ്ടുപോകുന്ന കെട്ടുവഞ്ചി പോലെ പടിക്കൽ വെച്ച് അവ തമ്മിലുള്ള കെട്ടഴിഞ്ഞു. മായനും മരക്കാരും വേർപിരിയുന്ന രംഗം വളരെ മനോഹരമായിട്ടാണ് അവിടെ വർണ്ണിച്ചിരിക്കുന്നത്. മോട്ടോർ ബോട്ട് മുന്നോട്ടു നീങ്ങി, കെട്ടുവഞ്ചി നിന്നു. മരക്കാർ ഒന്നും തിരിഞ്ഞു നോക്കിയില്ല. മായൻ പടിക്കാലും പിടിച്ച് കണ്ണും നട്ടുകൊണ്ട് നിൽക്കുകയാണ്. മകൻ അകന്നകന്നു പോകുമ്പോൾ നെഞ്ചിൽ നിന്ന് എന്തോ ഒന്ന് വലിച്ചു ചീന്തിയെടുക്കും പോലെ തോന്നുന്നു. ആ മുഖം ഒരിക്കലും ഇത്രമേൽ ആവശ്യമായിട്ടില്ല. അപ്പോൾ എന്താ പറയുന്നത്? അവിടെ ഒരു ആത്മബന്ധമാണ് അവിടെ പറയുന്നത് അല്ലേ.
അവിടെ എന്താണ് പറയാ, അവര് തമ്മിലുള്ള പിരിയുമ്പോഴുള്ള വേദന, ഉപ്പയും മകനുമുള്ള ഒരു ആത്മബന്ധമാണ് അവിടെ സൂചിപ്പിക്കുന്നത്. അപ്പോൾ എന്താണ്, അത്രയധികം വിഷമായി, മകൻ പിരിഞ്ഞു, ഇനി തന്റെ മകനെ ഒരിക്കലും കാണില്ല എന്നുള്ള കാര്യം ആർക്കറിയാം? മായൻ മനസ്സിലറിയാം. മായൻ അവസാനം, ഈ കഥയുടെ അവസാനം ആത്മഹത്യ ചെയ്യാണ് ചെയ്യുന്നത്. അപ്പൊ മായൻ അറിയാം, ഞാൻ ഇനി ഒരിക്കലും എന്റെ മകനെ കാണില്ല എന്നുള്ള കാര്യം അറിയാം. അതാണ് മായന് ഇത്രത്തോളം വിഷമം. അവിടെ പുതിയ ചുളിവുകൾ പെട്ടെന്നാണ് പ്രത്യക്ഷപ്പെട്ടത്. മരക്കാർ കുന്നിറങ്ങി. അവന്റെ തൊപ്പി മാത്രമേ അപ്പോൾ മായൻ കാണുന്നുള്ളൂ. അവൻ പടിക്കാൽ പിടിച്ച് ഏന്തി നോക്കി. മരക്കാർ വീണ്ടും കുന്നിലേക്ക് കയറുകയാണ്. ആ കുന്നുകൂടി ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അവനെ കാണുകയില്ല. മായൻ ദൃഷ്ടി പതറാതെ നോക്കി. തന്റെ മകനാണത്. ആ ചൊറുചുറുക്കുള്ള നടത്തം, ആ കൈവീശൽ, ആ തല ചെരിച്ചു പിടിക്കൽ എല്ലാം തന്റേതാണ്. തന്റെ ജീവനിൽ നിന്ന് പറിച്ചെടുത്ത പുതിയ താൻ. കുറച്ചു നിമിഷം കൂടി കഴിഞ്ഞാൽ അവൻ കണ്ണിൽ നിന്ന് മറയും. പിന്നെ അവനെ കാണുമോ? അവൻ ആ കുന്നും ഇറങ്ങാൻ തുടങ്ങി. മായന്റെ നെഞ്ചിൽ ഒരു കിതപ്പ് കിടന്ന് മുട്ടിത്തിരിഞ്ഞു. മകൻ മരിക്കുന്നത് നോക്കി നിൽക്കേണ്ടി വരുന്ന ഒരച്ഛന്റെ നിൽപ്പായിരുന്നു അത്. മരക്കാർ മറവിലേക്ക് താഴുകയാണ്. കാലുകൾ കാണാതായി, പുറവും മറഞ്ഞു, തല മാത്രം ബാക്കിയുണ്ട്, ഒരു കറുത്ത തൊപ്പി മാത്രം. എല്ലാം മറഞ്ഞു, ശൂന്യം. ചക്രവാളം വരെ ഒഴിഞ്ഞു കിടക്കുന്നു. 2 or 3 കണ്ണീർ കണങ്ങൾ ആ പടിക്കാൽ പിടിച്ച കൈപ്പടത്തിന്മേൽ ചുറ്റി വീണു. അവയ്ക്ക് തീ തൈലത്തിന്റെ ചൂടുണ്ടായിരിക്കണം. വായനക്കാരിൽ ഈ ദൃശ്യത്തെ വളരെ ആഴത്തിൽ തന്നെയാണ് ഇവിടെ പതിപ്പിക്കുന്നത്, ഇല്ലേ? അദ്ദേഹത്തിന്റെ മരക്കാരുടെ ഓരോ അവയവങ്ങളും മറയുന്നത് എണ്ണി എണ്ണി പറയുകയാണ് ഇവിടെ ചെയ്യുന്നത്, ഇല്ലേ? അപ്പോൾ എന്താണ്, കാഴ്ചക്കാരന്റെ ശ്രദ്ധയും മറയുന്ന ആളോടുള്ള മായന്റെ താല്പര്യവും നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഓരോ അവയവങ്ങളും മറയുന്നത് എണ്ണി എണ്ണി സൂചിപ്പിക്കുന്നുണ്ട് ഇവിടെ. അപ്പൊ അത്രത്തോളം എന്താണ്, മായനെ മരക്കാരെ ഇഷ്ടമായിരുന്നു. അവർ തമ്മിലുള്ള ആത്മബന്ധം നമുക്ക് അവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. പിന്നെ അവർ തമ്മിലുള്ള ആത്മബന്ധം എന്താണ് വായനക്കാർക്ക് മനസ്സിലാക്കാൻ ഈ ദൃശ്യം എന്താണ് വളരെ ആഴത്തിൽ തന്നെ പതിക്കുന്നുണ്ട് ഈ വാക്കുകൾ, അല്ലെ? ഞാൻ ചത്ത്, അവൻ സ്വയം മന്ത്രിച്ചു. എന്റെ കാക്ക? പിന്നിൽ നിന്നും ഒരു ചോദ്യം കേട്ട് അവൻ തിരിഞ്ഞു നോക്കി. ഹസ്സനുണ്ട്, ഒതുങ്ങി നിൽക്കുന്നു. മായന്റെ നിറഞ്ഞ കണ്ണുകൾ കണ്ട് ഹസ്സനു അല്പം ഒന്ന് അമ്പരക്കാതിരുന്നില്ല. എങ്കിലും അവനത് പുറത്തു കാട്ടാതെ കഴിച്ചു. ഒരു പുതിയ കഥാപാത്രം ഇതിലേക്ക് വരുന്നുണ്ട്. ഇത്ര നേരം നമ്മൾ മരക്കാരുടെ മായന്റെ സംഭാഷണങ്ങളാണ് കണ്ടത്. അപ്പോൾ ഇനി പുതിയ കഥാപാത്രങ്ങൾ ഇതിലേക്ക് വരുന്നുണ്ട്. അപ്പൊ ഹസ്സനാണ് പറയുന്നത്. ഹസ്സൻ എന്ത് ചെയ്തു? അപ്പൊ മരക്കാര് പറയാണ്, മായൻ പറയാണ്, മരക്കാര് പോകുന്നത് കണ്ടോട് കൂടിയിട്ട്, ഞാൻ ചത്ത്, അവൻ സ്വയം മന്ത്രിച്ചു. ഞാൻ മരിച്ചു. കാരണം എന്താണ്, മകനില്ലാത്ത തന്റെ ജീവിതം തനിക്ക് ഓർക്കാൻ കൂടെ കഴിയുന്നില്ല. അപ്പോൾ എന്താണ്, തന്റെ മകൻ പിരിയുന്ന ഈ കാഴ്ച തനിക്ക് അത്രത്തോളം തന്നെ വേദനാജനകമാണ്. അപ്പൊ അതുകൊണ്ട് എന്താണ്, എന്റെ മനസ്സ് ചത്തു. ഞാൻ എന്താണ് പറയുന്നത്, അത് സ്വയം മന്ത്രിക്കുകയാണ് ചെയ്യുന്നത് മായൻ. അപ്പോഴാണ് പുറകിൽ നിന്ന് എന്റെ കാക്ക, പിൻപിൽ നിന്നും ഒരു ചോദ്യം കേട്ട് അവൻ തിരിഞ്ഞു നോക്കി. ഹസ്സനാണ് പിന്നിൽ നിൽക്കുന്നത്. അപ്പോൾ മായന്റെ കണ്ണുകൾ നിറയുന്നത് കണ്ട് എന്ത് ചെയ്തു? ഹസ്സനും ഒന്ന് അമ്പരക്കാതിരുന്നില്ല. എങ്കിലും എന്ത് ചെയ്തു? പുറത്തു കാട്ടാതെ കഴിച്ചു. എന്റെ കാക്ക, എന്റെ മോനെ. മായൻ ഹസ്സന്റെ കഴുത്തിൽ കെട്ടിപ്പിടിച്ചു തേങ്ങി കരഞ്ഞു. എന്തിനാണ് കരയുന്നതെന്ന് ഹസ്സൻ ചോദിച്ചില്ല. കരയട്ടെ എന്നൊരു ഭാവത്തിൽ മായൻ വിസ്തൃതമായ പുറം തടവുക മാത്രം ചെയ്തു. കുറച്ചു കഴിഞ്ഞപ്പോൾ ഹസ്സന്റെ തോളിൽ പിടിച്ചുകൊണ്ട് മായൻ പടാപുറത്ത് വന്നിരുന്നു. താടിക്ക് കൈയും കൊടുത്തുകൊണ്ടുള്ള ആ ഇരിപ്പ് ഹസ്സൻ അല്പനേരം നോക്കി. എന്നിട്ട് അകത്തേക്ക് കടന്നു വിളിച്ചു, ആമിനെ. അപ്പൊ നമ്മൾ ഇത്ര നേരം ഒരു സംഘർഷത്തിന്റെ അന്തരീക്ഷത്തിൽ നിന്ന് വെളിച്ചത്തിന്റെ ഒരു അന്തരീക്ഷത്തിലേക്ക് വരികയാണ് കേട്ടോ. ഇനി നമ്മളൊരു മറ്റൊരു കഥയിലേക്കാണ് കടക്കുന്നത്. ഹസ്സന്റെയും മാമിനിയുടെയും കഥയിലേക്കാണ് നമ്മൾ കടക്കുന്നത്. എന്നിട്ട് അകത്തേക്ക് കടന്നു വിളിച്ചു, ആമിനെ. ഓ, അരി ബെന്തോ? ആ, എന്നാൽ കാക്കാക്ക് ഇച്ചിരി കഞ്ഞി ഇങ്ങോട്ട് കൊടുക്ക്, ഇപ്പോ കൊണ്ടുവരാം. അപ്പോൾ ആമിന പറയണം, ആമിന ഹസ്സന്റെ ഭാര്യയാണ്. അപ്പോൾ ആമിനയെ ഹസ്സൻ സംരക്ഷിച്ചു പോരുകയാണ്. ആമിന ഒരു തേയിലത്തോട്ടത്തിലെ തൊഴിലാളിയായിരുന്നു. അപ്പൊ അവിടെ വെച്ച് ആരാലോ ചതിക്കപ്പെട്ട് ആമിന ഗർഭിണിയായി.
ആരാരും ഇല്ലാതിരുന്ന ആമിനയെ ഹസൻ സംരക്ഷിക്കാനായി തന്റെ വീട്ടിലേക്ക് കൊണ്ടുവരികയാണ്. ഇവിടെ ഹസനെ ഒരു നന്മ നിറഞ്ഞ കഥാപാത്രമായിട്ടാണ് ഈ കഥയിൽ ചിത്രീകരിച്ചിരിക്കുന്നത്. തുടർന്നുള്ള ഭാഗങ്ങൾ നമുക്ക് നോക്കാം. അല്പനിമിഷങ്ങൾക്കുള്ളിൽ ഉപ്പിട്ടാറ്റിയ കഞ്ഞി കൊണ്ടുവന്നു. മായൻ നിശബ്ദനായി അത് വലിച്ചു കുടിച്ചു. ചിറി തുടച്ച് പടാപ്പുറത്ത് നീണ്ടു നിവർന്ന് കണ്ണടച്ചു. ഇടിഞ്ഞു മറിഞ്ഞ ജബലിന്റെ ചേലിക്ക കിടപ്പ് എന്ന് ഹസൻ ഉള്ളിൽ കരുതി. മല ഇടിഞ്ഞതുപോലെയാണ് കിടക്കുന്നത്. കാരണം ഒരുപാട് വിഷമം കൊണ്ട് ഒരുപാട് തകർന്ന മനസ്സുമായാണ് മായൻ കിടക്കുന്നത് എന്നാണ് ഹസൻ അവിടെ സൂചിപ്പിക്കുന്നത്. ഒന്നും പറയാതെ അകത്തേക്ക് പോയി. ആമിനയെ അകത്തെങ്ങും കണ്ടില്ല. അവൻ അങ്ങേപ്പുറത്ത് ചെന്ന് നോക്കി. അവൾ ആട്ടിൻകൂട്ടിന്റെ അടുത്താണ്. പിണ്ണാക്കുവെള്ളം ഇളക്കി കൊടുക്കുന്നു. എന്തേ? അവൾ ചോദിച്ചു. ഹസൻ നിഷേധാർത്ഥത്തിൽ തലയാട്ടിക്കൊണ്ട് പറഞ്ഞു. ആ ചെക്കന് ഇച്ചിരി മുല കൊടുക്കാമായിരുന്നില്ലേ? ഇമ്മിണി നേരായില്ലേ? അപ്പൊ കുട്ടിക്ക് കുറച്ച് പാല് കൊടുക്കാമായിരുന്നില്ലേ എന്നാണ് ചോദിക്കുന്നത്. അവിടെ എന്താണ് കുറച്ച് നേരായില്ലേ കൊടുത്തിട്ടേ എന്ന്. കാരണം ആമിനയുടെ കുട്ടിയാണത്. ആമിനയിൽ ആരോ ചതിക്കപ്പെട്ടു. അവൾ ഗർഭിണിയായി. ആ കുഞ്ഞിനോട്, സ്വന്തം കുഞ്ഞിനോട് എന്നുള്ള ഒരു പോലുള്ള സ്നേഹമാണ് അവിടെ ഹസൻ കാണിക്കുന്നത്. അപ്പോൾ പറയാണ് എന്താണ്, ഹസൻ ചോദിക്കുകയാണ്, മകനോടെന്ന പോലെയാണ് ഹസൻ ആ കുഞ്ഞിനെ സ്നേഹിക്കുന്നത്. സ്വന്തം മകനെ ആയിട്ടാണ് കരുതുന്നത്. കൊടുക്ക, ഇതങ്ങട്ട് കഴിഞ്ഞാളട്ടെ. ഹസനെ സംബന്ധിച്ചിടത്തോളം അവൻ താനറിയാതെ ഒരു പിതാവായി കഴിഞ്ഞിരുന്നു. ഏതോ മനുഷ്യന്റേതായ ആ കുട്ടിയെ തനിക്ക് ഒരിക്കലും ആത്മാർത്ഥമായി സ്നേഹിക്കാൻ കഴിയില്ല എന്നായിരുന്നു അവന്റെ ആദ്യകാലത്തെ വിശ്വാസം. വാസ്തവത്തിൽ മായൻ നിർബന്ധിച്ചിട്ടും വിവാഹം കഴിക്കാനുള്ള മടി തന്നെ അതായിരുന്നു. പക്ഷേ കടുക്ക കഷായം കുടിക്കും പോലെ അത് ചെയ്യേണ്ടി വന്നുവെന്നു മാത്രം. കുടിച്ചു നോക്കിയപ്പോഴാകട്ടെ കടുക്കയല്ല നെല്ലിക്കയാണ്. മുമ്പേ ചവർത്തു, പിന്നെ മധുരിച്ചു. ആമിനയ്ക്ക് ഇത് ഓർക്കാപ്പുറത്തുള്ള ഒരു ഭാഗ്യമായിരുന്നു. ഇപ്പോൾ എന്താണ്, ഇങ്ങനെ ഒരു കുഞ്ഞുണ്ടായിരുന്നത് കൊണ്ട് ആദ്യം ഒന്നും എന്താണ് ഹസന് ആമിനയോട് താല്പര്യം ഉണ്ടായിരുന്നില്ല. പിന്നെ എന്താണ്, അവളെ അടുക്കും തോറും എന്താണ്, കടുക്ക കഷായം എന്ന് പറയുന്നത് ഒരുപാട് കയ്പാണ്. പിന്നെ അതെന്താണ്, കടുക്ക കഷായം പോലെ അത് ഇഷ്ടമില്ലാതെ ഒന്നും ചെയ്യേണ്ടി വന്നു. എന്നിട്ടോ എന്ത് ചെയ്തു, അത് കൂടുതൽ അടുക്കും തോറും അത് നെല്ലിക്ക പോലെയായി. ആദ്യം ചവർപ്പ്, പിന്നെ മധുരിച്ചു. അതാണ് അവിടെ സൂചിപ്പിക്കുന്നത്. പിന്നെ മധുരിച്ചു. ആമിനയ്ക്ക് ഇത് ഓർക്കാപ്പുറത്തുള്ള ഒരു ഭാഗ്യമായിരുന്നു. അവൾ കഷ്ടപ്പാടിന്റെ അഗാധതയിലേക്ക് മുങ്ങിപ്പോവുകയാണ്. മരണം കാൽച്ചുവട്ടിൽ കിടന്ന് പുളയുന്നു. അപ്പോഴാണ് ഹസൻ അവളെ പൊക്കിയെടുത്തത്. ആ സ്ത്രീ അവനെ കടന്ന് ഒരൊറ്റ പിടുത്തം, ജീവൻ പോയാലും വിടില്ലെന്ന മട്ടിൽ. വാസ്തവത്തിൽ അത് ഒരേ സമയത്ത് പിടിച്ചുപറ്റലും ആത്മാർപ്പണവുമായിരുന്നു. ആ രംഗം ഓർക്കുമ്പോഴൊക്കെ ഹസന് ഒരു കോരിത്തരിപ്പ് ഉണ്ടാകാറുണ്ട്. അവന്റെ ഹൃദയത്തിൽ ഒരു ഇണയെ തേടിപ്പിടിച്ച് ജീവിതം പൂർണ്ണമാക്കാനുള്ള പ്രേരണ തള്ളി നിൽക്കുകയാണ്. എന്നിട്ടും മായൻ പറഞ്ഞപ്പോഴൊന്നും അവൻ ആ വഴിക്ക് ചരിച്ചില്ല, ആ വഴിക്ക് ചെയ്തില്ല. പ്രസവിച്ച് 40 ദിവസം കഴിഞ്ഞു. ഇതിനിടയിൽ ഓരോ ദിവസവും ആമിന പറയും, ഇനി നമ്മള് പോയിക്കോളാം. ഇരുളിൽ നിന്ന് വെളിച്ചത്തിന്റെ വിരലുകൾ നീട്ടി ഹസൻ ആമിനയെ തന്റെ ജീവിതത്തിലേക്ക് എങ്ങനെയാണ് കൂട്ടിക്കൊണ്ടുവന്നത് എന്നാണ് ഇവിടെ പറയുന്നത്. ആമിനയെ കുറിച്ചുള്ള ജീവിതം ഓർക്കുമ്പോൾ ഹസന് ഇന്നും അതൊരു കോരിത്തരിപ്പാണ്. ആമിനയായിട്ടുള്ള ജീവിതത്തെ കുറിച്ച് ആലോചിക്കുമ്പോൾ. അപ്പോൾ എന്താണ്, ആദ്യം എന്താണ്, മായൻ ഇങ്ങനെ ആമിനയെ വിവാഹം കഴിക്കാൻ പറയുമ്പോൾ എന്താണ്, ഹസന് താല്പര്യം ഉണ്ടായിരുന്നില്ല. പിന്നെ എന്താണ്, അവിടെ താമസിച്ചു തുടങ്ങി. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് അവള് പറയും ഞാൻ പോയിക്കോളാം എന്ന് പറയും. അപ്പൊ അവളുടെ എന്താണ്, മനസ്സിന്റെ ചിന്തകൾ കണ്ട് എന്താണ്, ഹസന് സഹതാപം തോന്നുകയാണ്. അവളുടെ വിചാരങ്ങൾ, അവൾ ഇനി എവിടേക്ക് പോകും, അവൾ ഇനി എങ്ങനെ മുന്നോട്ട് ജീവിക്കും, ഈ ചിന്തകളൊക്കെ ഹസനെ ആമിനയെ വിവാഹം കഴിക്കാൻ പ്രേരണയാവുകയാണ് ചെയ്തത്. അപ്പൊ തന്റെ സഹജീവികളുടെ കഷ്ടപ്പാടുകൾ നോക്കി നിൽക്കാൻ കഴിയാത്ത ഒരു കഥാപാത്രമായിട്ടാണ് ഇവിടെ ഹസനെ കഥാകൃത്ത് ചിത്രീകരിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് തുടർന്നുള്ള ഭാഗങ്ങൾ നോക്കാം. പോണ്ട എന്ന് മാത്രം ഹസനും പറയും. ഇനി ഞമ്മള് പോയിക്കോളാം എന്ന് ആര് പറയും? ആമിന പറയും. അപ്പോൾ എന്താണ്, പോണ്ട എന്ന് മാത്രം ഹസനും പറയും. ഈ ഓരോ വാക്കും തന്നെ എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നതെന്ന് അപ്പോൾ തന്നെ അവൻ ഭയപ്പെടുകയും ചെയ്തു. എങ്കിലും പിറ്റേന്ന് അത് തന്നെയായിരുന്നു ഹസൻ പറഞ്ഞ മറുപടി. ഇങ്ങക്ക് ഞമ്മളെ കൊണ്ട് എടങ്ങറായി, ആമിന പറഞ്ഞു. നിങ്ങക്ക് ഞമ്മളെ കൊണ്ട് എടങ്ങറായി, ഞാൻ പോയിക്കോളാം എന്ന് ഇടയ്ക്കിടയ്ക്ക് അവൾ ചിന്തിക്കും. പക്ഷെ അവളുടെ സ്ഥാനം അവൾ ഇടയ്ക്കിടയ്ക്ക് മനസ്സിലാക്കുന്നുണ്ട്. അത് തന്നെ ഒരു വലിയ കാര്യമാണ്. അത് അവള് അവിടെ കയറി പറ്റിയിട്ട്
സ്ഥിരതാമസാക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അവർക്ക് ഇഷ്ടമില്ലെങ്കിൽ പോവാൻ അവൾ തയ്യാറാണ്. അപ്പോൾ അതാണ് അവൾ ഇടയ്ക്കിടയ്ക്ക് പറയുന്നത്, ഞാൻ പോയിക്കോളാം, നിങ്ങൾക്ക് നമ്മളെ കൊണ്ട് എടങ്ങാറായി. ആമിന പറഞ്ഞു. ഞമ്മക്ക് എനിക്ക് സന്തോഷമാണ്. ഹസൻ ഉടനെ മറുപടി കൊടുത്തു. ഈ വാക്ക് അവളുടെ കണ്ണുകളിൽ ഒരു സംഭ്രമം ഉളവാക്കുന്നുണ്ടെന്ന് ഹസനും കാണാതിരുന്നില്ല. അപ്പോൾ എന്താണ്, അവൾക്ക് ഈ വാക്കുകൾ കേൾക്കുന്നത് ഒരു പ്രത്യേക താല്പര്യമുണ്ട് എന്ന് ഹസന് മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട്. എന്നാലും അതിലപ്പുറം ഒന്നും പറയാൻ കഴിയുന്നില്ല. ഒരു വാക്ക് കൂടുതൽ പറഞ്ഞാൽ പിന്നെ അത് തനിക്ക് തന്നെ പിൻവലിക്കാൻ വയ്യാത്ത വിധത്തിലായി തീരുമല്ലോ. എന്ത് സംഭവിക്കുന്നു എന്ന് നോക്കാം. ആമിനയുടെ ഈ വിനയവും അപരാധബോധവും കുത്തിയിളക്കി അത് നോക്കിക്കാണുന്നതിൽ ഹസൻ നിഗൂഢമായ സംതൃപ്തി അനുഭവിച്ചു. ഓരോ ദിവസവും അവൻ തന്നോട് തന്നെ പറഞ്ഞു, നല്ലോളാന്നാ തോന്നുന്നു. അതായത് അവൻ എന്താണ്, ഇടയ്ക്കിടയ്ക്ക് അവള് ഞാൻ പോവാം, നിങ്ങൾക്ക് ഞാൻ ബുദ്ധിമുട്ടാവും എന്നൊക്കെ അവളുടെ സ്ഥാനം എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് മനസ്സിലാക്കുമ്പോൾ ഹസന് തന്നെ തോന്നുന്നു അവള് നല്ലോളാന്നാണ് തോന്നുന്നത്, അവളെ ജീവിതത്തിലേക്ക് ക്ഷണിക്കാം എന്നൊരു ചിന്ത ഹസനിലും വരികയാണ്. ഹസൻ അവളെ നന്നായി തീറ്റിപ്പോറ്റി. തോട്ടപ്പണിയിൽ നിന്ന് റിട്ടയർ ചെയ്ത ഒരു കർണാടകക്കാരി തള്ളയെ പ്രസവ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഏർപ്പെടുത്തി. വിഷാദാത്മകത്വത്തിന്റെ ഒരു മൂർത്തിമത് ഭാവമായിരുന്ന ആ തള്ള ആമിനയെ നന്നായി ശുശ്രൂഷിച്ചു. പല്ല് മുഴുവൻ മരക്കറ തേച്ചു കറുപ്പിച്ച ആ സ്ത്രീ ചിരിക്കുമ്പോഴും കരയുകയാണെന്നേ തോന്നും. അത്തരത്തിലുള്ള ഒരു ജീവിയുടെ സാഹചര്യം ആമിനയ്ക്ക് വളരെ ആവശ്യമായിരുന്നു. തന്നെ ചൊല്ലിയാണ് ആ വൃദ്ധ എപ്പോഴും കരയുന്നതെന്ന ഒരു തെറ്റിദ്ധാരണ പക്ഷെ അവൾക്ക് ആവശ്യമായിരിക്കാം. തനിക്ക് വേണ്ടി വേദനിക്കാൻ ചിലരുണ്ടാകുക എന്നതാണല്ലോ പരമമായ സുഖം. അപ്പോൾ എന്താണ്, തനിക്ക് വേണ്ടി വേദനിക്കാൻ ചിലരുണ്ടാവുക എന്നതാണ് ഏറ്റവും വലിയ സുഖം എന്ന കാര്യം ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട്. കാരണം ആരെങ്കിലും തന്നെ കുറിച്ച് ഓർക്കാൻ ഉണ്ടാകുമല്ലോ എന്നുള്ള ഒരു ചിന്ത ജീവിതത്തിലേക്ക് നമ്മളെ മുന്നോട്ട് നയിക്കും, ജീവിക്കാൻ നമ്മളെ പ്രേരിപ്പിക്കും. ആ കർണാടകക്കാരിയുടെ മുഖത്ത് നിന്ന് എപ്പോഴും ആമിന ആശ്വാസം തേടി പോന്നു. ഹസന്റെ തീറ്റയും കർണാടകക്കാരിയുടെ മുഖഭാവവും കൂടി ആമിനയുടെ ആരോഗ്യം വീണ്ടെടുത്തു. ആ കർണാടകക്കാരി തള്ളയുടെ മുഖഭാവം എന്ത് ചെയ്തു, ആമിനയ്ക്ക് ഒരുപാട് സന്തോഷം നൽകി. അപ്പോൾ എന്താണ്, അത് ഹസന്റെ ശുശ്രൂഷയും ഹസൻ അവളെ നോക്കിയിരുന്നതും എന്ത് ചെയ്തു, അവളുടെ ആരോഗ്യം വീണ്ടെടുത്തു. ആ കവിളുകൾ ഉരുണ്ടു. അവിടെ ഒരു നേർത്ത തുടുപ്പ് ഉദിച്ചു വരികയാണ്. ആ നീണ്ട കണ്ണുകളിലേക്ക് പ്രകാശം തിരിച്ചു വന്നു. അവ മഷി തട്ടിയ ദീപങ്ങളെ പോലെ പ്രകാശിച്ചു. വെളുത്തു കൊലുന്നനെയുള്ള ആ ഉമ്മക്കുട്ടി മഞ്ഞു നനഞ്ഞ വള്ളിക്കുടിയിൽ വെയിൽനാളം തട്ടുന്നത് പോലെ ഒന്ന് തെളിഞ്ഞു. പുതിയ പൂക്കളും പുതിയ തളിരുകളും. പതുക്കെ ആമിനയുടെ ജീവിതം സന്തോഷകരമാവുന്നതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ആരോഗ്യം വീണ്ടെടുത്തു. മരണത്തിന്റെ വക്കിൽ നിന്ന് എന്ത് ചെയ്തു, ഇപ്പോൾ ജീവിതമാകുന്ന പ്രകാശത്തിന്റെ വക്കിൽ എത്തി നിൽക്കുകയാണ് ആമിന. അതിനെ അവിടെ സൂചിപ്പിക്കുന്നതാണ് ഈ വാക്കുകളിലൂടെ. ഈ മാറ്റങ്ങൾ ഹസൻ നോക്കി കാണുന്നുണ്ടായിരുന്നു. എന്നിട്ടും അവൻ അനങ്ങിയില്ല. അവൻ പുതിയ കാച്ചിയും തട്ടവും കുപ്പായവും കൊണ്ടുവന്നു. അത് പ്രസവിച്ചതിന്റെ 39-ാം ദിവസമായിരുന്നു. ഹസൻ വാതിൽക്കൽ നിന്ന് കട്ടിലേക്ക് ആ വസ്ത്രങ്ങൾ എറിഞ്ഞു കൊടുത്തുകൊണ്ട് പറഞ്ഞു, ഇന്നാ ഇതെടുത്തോ. ആമിന അമ്പരന്നു പോയി. അവൾ ഹസനെ ആകെ ഒന്ന് നോക്കി. ഇയാൾ ആരാണ്, പടച്ചവനോ, ഇയാൾ ദൈവമാണോ എന്ന്. കാരണം എന്താണ്, ആമിനയ്ക്ക് വസ്ത്രങ്ങൾ മേടിച്ചു കൊടുക്കുകയാണ്. കാരണം ആമിനയുടെ ജീവിതം എന്ന് പറഞ്ഞ ഏറ്റവും താഴ്ന്ന നിലയിൽ കിടക്കുകയാണ്. കാരണം മറ്റുള്ള വ്യക്തിയിൽ നിന്ന് ഗർഭിണിയായി കുഞ്ഞിനെ പ്രസവിച്ചിരിക്കുന്ന ഒരു സ്ത്രീയെ വേറൊരു വ്യക്തി സംരക്ഷിക്കുക എന്ന് പറയുന്നത്, അതും നല്ല സ്നേഹത്തോടു കൂടി സംരക്ഷിക്കുക എന്ന് പറയുന്നത് വളരെ അധികം ആരും ചെയ്യാത്ത ഒരു കാര്യമാണ്. അപ്പോൾ അതാണ് ആര് ചെയ്യുന്നത്, ഹസൻ ചെയ്യുന്നത്. അപ്പോൾ എന്താണ്, അവൾ ചോദിക്കുകയാണ്, നിങ്ങൾ ആരാണ്, പടച്ചവനോ. ഒന്നും പറയാതെ ഹസൻ അവിടെ നിന്ന് പോയി. ആമിനയാകട്ടെ ആ വസ്ത്രങ്ങൾ കയ്യിൽ വെച്ച് അങ്ങനെ അനങ്ങാതിരുന്നു. കുഞ്ഞിന്റെ കരച്ചിൽ കേട്ടാണ് അവൾ ആ ഇരിപ്പിൽ നിന്ന് എഴുന്നേറ്റത്. അങ്ങനെ 40 കഴിഞ്ഞു. 45-ാം ദിവസം ആമിന ഇങ്ങോട്ട് കടന്നു പറഞ്ഞു, ഇനി നമ്മൾ ഇവിടെ നിന്നാൽ. അപ്പോൾ നിന്നാല് ഹസൻ ചോദിച്ചു, ഹസൻ ചോദിച്ചു, നിങ്ങൾ കഷ്ടത്തിലായിരിക്കും. നിങ്ങൾ കഷ്ടത്തിലായിരിക്കും. നന്നേടം കുഴിച്ചൂടല്ലോ, പക്കെങ്കില് നിങ്ങള് ചെയ്ത ഗുണത്തിനെ പടച്ചോൻ നിങ്ങൾക്ക് തരും. അതാ പറയുന്നത്, നിങ്ങൾ ചെയ്ത ഗുണത്തിന്, നിങ്ങൾ ചെയ്ത നല്ല പ്രവൃത്തിക്ക് പടച്ചോൻ നിങ്ങൾക്ക് നല്ലത് തരും.
നനഞ്ഞേടം കുഴിച്ചൂടല്ലോ എന്ന് ചോദിക്കുന്നത് എന്താണ്? ആനുകൂല്യം ലഭിക്കുമ്പോൾ പരമാവധി അതിനെ ചൂഷണം ചെയ്യുക എന്നുള്ള അർത്ഥമാണ് പറയുന്നത്. ഒരാൾ ഒരു അഭയം തന്നു, അവിടെ എന്താണ്, ഞാൻ കടിച്ചു തൂങ്ങിക്കിടന്നാൽ ഹസ്സന്റെ ഒരു നല്ല ജീവിതം, ഹസ്സന് ഇനിയും ഒരു ഭാവിയുണ്ട്, ഹസ്സൻ ചെറുപ്പക്കാരനാണ്, അപ്പോൾ ഹസ്സന്റെ ഭാവി തകർക്കരുതല്ലോ എന്ന് കരുതിയിട്ടാണ് ആമിന പറയുന്നത് ഞാൻ ഇവിടെ നിന്ന് പോയിക്കോളാം. അപ്പോൾ എന്താണ്, എനിക്കൊരു ആനുകൂല്യം ലഭിച്ചപ്പോൾ ഞാൻ അതിനെ പരമാവധി ചൂഷണം ചെയ്യാൻ പാടില്ലല്ലോ എന്നുള്ള അർത്ഥമാണ് അവിടെ സൂചിപ്പിക്കുന്നത്. നിങ്ങൾ ഈ ചെയ്ത ഗുണത്തിന് പടച്ചോൻ നിങ്ങൾക്ക് നല്ലത് വരുത്തും എന്നാണ് പറയുന്നത്. പടച്ചോൻ നമുക്ക് തന്ന്, അപ്പൊ ഹസ്സൻ പറഞ്ഞു പടച്ചോൻ ഞമ്മക്ക് തന്ന്. അപ്പൊ ആമിന ചോദിക്കണേ എന്ത്? അന്നെ തന്നെ. അപ്പൊ ഹസ്സന് എന്ത് പറഞ്ഞു? ഹസ്സൻ പറഞ്ഞു ആരെയും പടച്ചോൻ ഈ ചെയ്ത ഗുണത്തിന് പടച്ചോൻ ഹസ്സന് കൊടുത്തു. എന്താ കൊടുത്തത്? അന്നെ തന്നെ. ആരേനെ കൊടുത്തത്? ആമിനെ തന്നെ കൊടുത്തു എന്നാണ് പറയുന്നത്. ആ വാക്ക് ഹസ്സന്റെ വായിൽ നിന്ന് വാസ്തവത്തിൽ അങ്ങ് വഴുതി വീഴുകയാണ് ചെയ്തത്. ചെകുത്താനെയോ ദൈവത്തെയോ കണ്ട പോലെ അവൾ ഞെട്ടിപ്പോയി. കാരണം അവൾ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല അവളുടെ ജീവിതം ഇങ്ങനെ ആയിത്തീരുന്നത്. അവൾ എന്താണ്, ചെകുത്താനെയാണോ ദൈവത്തിനെയാണോ കണ്ടത് എന്ന് പോലെ അവൾ എന്ത് ചെയ്യണം, ഞെട്ടി തിരിഞ്ഞു നിൽക്കുകയാണ്. ആ പ്രകാശമാനമായ കണ്ണുകൾ ഹസ്സന്റെ മുഖത്ത് അടിച്ചു തറച്ച പോലെ നിശ്ചലമായി നിന്നു. അപ്പോൾ അവർക്ക് എന്താണ്, ഓരോ ദിവസം കഴിയും തോറും അടുപ്പം കൂടി വരികയാണ് ചെയ്യുന്നത്. അവർക്കിടയിൽ ഒരു കുഞ്ഞുണ്ട്, ആ കുഞ്ഞൊരു പാലം കെട്ടുകയാണ്. ആ കുഞ്ഞിനോടുള്ള ഹസ്സന്റെ താല്പര്യമാണ് അവളിലേക്ക് ഹസ്സനെ അടുപ്പിച്ചത്. അപ്പോൾ എന്താണ്, ഓരോ ദിവസം കൂടുന്തോറും അവർ തമ്മിലുള്ള അടുപ്പം കൂടി വരുന്നതാണ് നമുക്ക് കാണുന്നത്. അപ്പോൾ ഇത് കേട്ടതോടുകൂടി, അന്നെ തന്നെ എന്ന് കേട്ടതോടുകൂടി എന്താണ്, അവൾക്ക് ചെകുത്താനെയോ ദൈവത്തെ കണ്ട പോലെ അവള് ഞെട്ടിപ്പോയി. ആ പ്രകാശമാനമായ കണ്ണുകൾ ഹസ്സന്റെ മുഖത്ത് അടിച്ചു തറച്ച പോലെ നിശ്ചലമായി നിന്നു. അമ്പരക്കണ്ട ആമിനെ, അനക്ക് വിരോധമില്ലാച്ചാല് അനക്ക് എന്നും ഈ കുടിലില് കൂടാം. ഞമ്മക്ക് ഒരാള് വേണം, അനക്ക് സമ്മതാച്ചാൽ നീ എന്താണ്, നീ അമ്പരക്കൊന്നും വേണ്ട, നിനക്ക് കുഴപ്പമൊന്നും ഇല്ലെങ്കിലേ നമുക്ക് ഈ കുടിലില്, നമുക്ക് ഈ വീട്ടിൽ രണ്ടാൾക്കും കൂടെ താമസിക്കാം. നിനക്ക് എന്താണ് സമ്മതാണെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്യാമെന്ന് ആരോട് പറയാണ്? ഹസ്സൻ ആമിനയോട് പറയാണ്. അപ്പോഴും ഹസ്സൻ എന്താണ് പറയുന്നത്? നിനക്ക് സമ്മതം ഉണ്ടെങ്കിൽ മാത്രം. അപ്പോഴും ഹസ്സൻ ഞാൻ ചെയ്യുന്നത് നല്ല പ്രവൃത്തിയാണെന്ന് ഹസ്സന് അറിയുന്നില്ല. ഹസ്സൻ ആമിനയോടുള്ള ഇഷ്ടം കൊണ്ടും ആമിനയുടെ സ്വഭാവം കണ്ടിട്ടും ആമിനയോടുള്ള പാവത കൊണ്ടുമാണ് ഹസ്സൻ അങ്ങനെ ആമിനയോട് പറയുന്നത്. പക്ഷെ ഹസ്സൻ ഇത്രയും ഭൂമിയോളം താഴ്ന്നിട്ടാണ് വീണ്ടും പറയുന്നത് നിനക്ക് സമ്മതാച്ചാൽ. പക്ഷെ ആമിന ഒരുപാട് തെറ്റ് ചെയ്തവളാണ്, എന്നിട്ടും പറയുന്നത് നോക്കുക ഹസ്സൻ, നിനക്ക് സമ്മതാച്ചാൽ മാത്രം മതി എന്ന്. അപ്പോൾ എന്താണ്, ഹസ്സനേക്കാൾ ഒരുപാട് മുകളിലാണ് ആമിനയെ കാണുന്നത്. എന്റെ റബ്ബേ, ആമിന കിതച്ചുകൊണ്ട് തുടർന്നു, പക്കെങ്കിലേ ഞാന് ഈ കുട്ടിയല്ലേ, സാരമില്ല, ഓൻ എന്റെ മോനാന്ന് കണക്കാക്കിക്കോ. ഹസ്സൻ പുഞ്ചിരിയോടെ പറഞ്ഞു, പക്കെങ്കിലേ ഞമ്മള് കുടിച്ചില്ലാച്ചാല് വേണ്ട. എന്താണ് അപ്പോഴും പറയുന്നത്? എന്താണ്, ഈ കുട്ടിയല്ലേ, ഈ കുട്ടീനെ ഞാൻ എന്റെ സ്വന്തമാക്കിയിട്ട് കരുതിക്കോളാം. എന്നാലും എന്താണ്, ആമിനയ്ക്ക് എന്നെ പിടിച്ചില്ലാച്ചെങ്കിൽ വേണ്ട, നമുക്ക് ഒരുമിച്ച് ജീവിക്കേണ്ട, പിടിച്ചെങ്കിൽ മാത്രം മതി എന്ന് ഹസ്സൻ പറയാണ്. അപ്പൊ ആമിന പറയാണ്, ഭോജരാജാവായ തമ്പിരാനെ. അവൾ ഹസ്സന്റെ കാൽക്കൽ ഇരുന്നു, അല്ല വീണു. ആ കാലിണകളെ കെട്ടിപ്പിടിച്ചു തേങ്ങി കരയാൻ തുടങ്ങി. ആമിനയ്ക്ക് ഒരു പുതിയ ജീവിതം വന്നിരിക്കുകയാണ് അല്ലേ? അപ്പോൾ എന്താണ്, ദൈവം സഹായിക്കുക എന്ന് പറയുന്നത് പലരുടെയും ദൈവം നേരിട്ട് പ്രത്യക്ഷപ്പെടില്ല, മനുഷ്യ രൂപത്തിലാണ് ദൈവം പലരുടെ കഷ്ടപ്പെടുന്നവരുടെ അടുത്തേക്ക് വരിക. പല സഹായങ്ങളുമായിട്ട് മനുഷ്യ രൂപത്തിലാണ് വരിക. ദൈവം നേരിട്ട് പ്രത്യക്ഷപ്പെടുന്നതായിട്ട് നമ്മൾ കേട്ടിട്ടില്ല, കഥകളിലേ കേട്ടിട്ടുള്ളൂ. ഒരു വ്യക്തിയുടെ രൂപത്തിൽ നമ്മൾക്ക് ആപത്ഘട്ടത്തിൽ നമ്മൾ ഏറ്റവും അടുത്ത് നിൽക്കുന്ന, നമ്മളെ സഹായിക്കാൻ നിൽക്കുന്ന ആള് തന്നെയാണ് നമ്മളുടെ കാഴ്ചപ്പാടിൽ ദൈവം. അപ്പൊ ഇവിടെ എന്താണ്, ആമിന ദൈവമായി കാണുന്നത് ആരെയാണ്? ഹസ്സനെയാണ് ഇവിടെ കാണുന്നത്. അങ്ങനെ ഒന്ന് ഹസ്സൻ പ്രതീക്ഷിച്ചിരുന്നില്ല. അവന്റെ ദേഹമാകെ കോരി തരിച്ചു പോയി. തന്റെ കാൽ കെട്ടിപ്പിടിച്ചുകൊണ്ട് ആ യുവതി കരയുന്നു. ഹൃദയത്തിൽ നിന്ന് എന്തോ ചില കെട്ടുകൾ അഴിഞ്ഞു പോകുന്നത് പോലെ തോന്നി. വെളിച്ചത്തിന്റെ ഒരു തള്ളിക്കയറ്റം, അമ്പരപ്പിക്കുന്ന തള്ളിക്കയറ്റം. ഒരു നിമിഷത്തിന് ഒന്നും മനസ്സിലായില്ല. കാലിൽ മൃദുലമായ 2 കൈകൾ ചുറ്റിക്കിടക്കുന്നുണ്ടെന്ന് മാത്രം അറിയാം. അവൾ തേങ്ങി കരഞ്ഞുകൊണ്ട് ചോദിച്ചു, നിങ്ങളൊരു മനുഷ്യനോ മാലിക്കോ? നിങ്ങളൊരു മനുഷ്യനാണോ ദൈവമാണോ എന്ന് അവൾ ചോദിച്ചു. അവൾക്ക് എന്താണ്, അവൾക്ക് ഇതൊന്നും വിശ്വസിക്കാൻ പറ്റില്ല. അവള് ഹസ്സന്റെ കാല് കെട്ടിപ്പിടിച്ച് തേങ്ങി കരഞ്ഞു. ഹസ്സൻ അതോടുകൂടെ ഒരു
അതാണ് തുടക്കത്തിൽ പറയുന്നത്. അവര് തമ്മിലുള്ള അടുക്കുന്ന രംഗം ഒരു കോരിത്തരിപ്പോട് കൂടിയാണ് ഹസ്സൻ ഇപ്പോഴും ഓർക്കാൻ സാധിക്കുന്നത്. ആ ഒരു നിമിഷത്തിന് ഒന്നും മനസ്സിലായില്ല. കാലിന്റെ മൃദുലമായ 2 കൈകൾ ചുറ്റി കിടക്കുന്നുണ്ടെന്ന് മാത്രം അറിയാം. അവൾ തേങ്ങി തേങ്ങി കരഞ്ഞുകൊണ്ട് ചോദിച്ചു, നിങ്ങളൊരു മനുഷ്യനോ മാലിക്കോ? നിങ്ങളൊരു മനുഷ്യനാണോ അതോ ദൈവമാണോ? അവൾക്ക് ഹസ്സൻ ആ സമയത്ത് എന്താണ് ദൈവമാണ്. അവൾ ഇനിയും എന്താണ് ഹസ്സന്റെ വീട്ടിൽ നിന്ന് പോയി കഴിഞ്ഞാൽ അവളെ ജീവിതം ഇനിയും ദുരിതമാണ്. പക്ഷെ എന്താണ് ഇവിടെ ഹസ്സൻ സംരക്ഷിക്കാൻ ഇത്രയും എന്താണ് താഴ്ന്ന നിലയിൽ കിടക്കുന്ന ഒരു അന്യന്റെ കുഞ്ഞിനെ പ്രസവിച്ച് ഒരു കുട്ടിയുമായുള്ള ഒരു സ്ത്രീയെ ഒരാള് പൂർണ്ണ സമ്മതത്തോടെ സംരക്ഷിക്കാം എന്ന് വിവാഹം കഴിക്കാം എന്ന് പറയുമ്പോൾ എന്താണ് അവൾക്ക് ഹസ്സൻ ദൈവം തന്നെയാണ്. പിന്നെയും അവൾ എന്തൊക്കെയോ പിറുപിറുന്നനെ പറയുന്നുണ്ടായിരുന്നു. ഒന്നും മനസ്സിലാകുന്നില്ല. ആകെ ഒരു തരിപ്പ്. എന്തിനാണ് ഇവൾ ഇങ്ങനെ കാല് കെട്ടിപ്പിടിച്ചിരിക്കുന്നത്? എന്തിനാണ് ഇവൾ ഇങ്ങനെ തേങ്ങിക്കരയുന്നത്? അവൾ ഇപ്പോൾ സുഖമോ ദുഃഖമോ അനുഭവിക്കുന്നത്? അപ്പോൾ ഹസ്സന് താൻ ചെയ്ത നന്മയെ കുറിച്ചുള്ള വിശാലത മനസ്സിലാകുന്നില്ല. അപ്പൊ ഒട്ടും അഹങ്കാരം ഇല്ലാത്തവർക്കാണ് എന്ത് ചെയ്യാറ്? താൻ ചെയ്ത പ്രവൃത്തിയുടെ ആഴം മനസ്സിലാകുന്നത്. താൻ ചെയ്ത ഇത്ര വലിയ കാര്യമായിട്ട് എന്ത് ഹസ്സന് തോന്നുന്നില്ല. പക്ഷെ ആമിനയെ സംബന്ധിച്ച് അത് വളരെ വലിയ കാര്യം തന്നെയാണ്. താൻ എന്താണ് അനുഭവിക്കുന്നത്? ഇത്രയൊക്കെ എന്തേ ഉണ്ടായത്? ഇത്രയൊക്കെ കരയാനും ഇങ്ങനെ പറയാനൊക്കെ ഇപ്പൊ എത്രമാത്രം എന്താ ഉണ്ടായത് എന്ന് ഹസ്സൻ വളരെ നിസ്സാരമായി ചോദിക്കണേ. താൻ ചെയ്ത പ്രവൃത്തിയുടെ വലിപ്പം ഒരിക്കലും ഹസ്സൻ മനസ്സിലാക്കുന്നില്ല. നിങ്ങളാ എനിക്ക് ഉയിര് തന്നത്, നിങ്ങളാണ് എനിക്ക് ജീവൻ തന്നത്. അവളുടെ ആ വാക്കും ഹസ്സന്റെ ചെവിയിൽ വീണു. അവൻ കീഴ്പോട്ട് നോക്കി. ആ നീല നേത്രങ്ങളിൽ നിന്ന് പുറപ്പെട്ട 2 കണ്ണീർ ചാലുകൾ കവിളിലൂടെ കീഴ്പോട്ട് ഒഴുകുകയാണ്. എന്താണ് പറയേണ്ടതെന്ന് ആ യുവാവിന് അറിഞ്ഞുകൂടായിരുന്നു. അവളെ പിടിച്ചെഴുന്നേൽപ്പിച്ചുകൊണ്ട് അവൻ പറഞ്ഞു, ബാ, നിങ്ങളെ ഞാന് ലജ്ജിക്കും. നിങ്ങളെ ഞാനെന്ന് പറഞ്ഞോടുകൂടി ഹസ്സൻ ബാക്കി പറയും, ലജ്ജിക്കും. ഹസ്സൻ കൂട്ടിച്ചേർത്ത്, ലജ്ജിക്കും എന്ന് പറഞ്ഞാൽ രക്ഷിക്കും. ഇക്ക് ഒന്നുമില്ല, ഉയിരേ ഉള്ളൂ. അത് ഞാൻ നിങ്ങൾക്ക് തന്നു. നിങ്ങൾക്ക് ഒന്നും തരാനില്ല. എനിക്ക് ജീവൻ മാത്രമേ ഉള്ളൂ. അത് ഞാൻ നിങ്ങൾക്ക് തന്നു. മുറിഞ്ഞു വീഴുന്ന കണ്ണീരിനിടയിലൂടെ അവൾ ഈ വാക്കുകൾ പറഞ്ഞപ്പോൾ ദൈവം അതിലെ കടന്നുപോയെന്ന് തോന്നുന്നു. ഒരഭൗമമായ പ്രകാശം ഹസ്സന്റെ ഉള്ളിലേക്ക് തള്ളിക്കയറി. അവൻ ആ പ്രകാശത്തിലേക്ക് നോക്കിക്കൊണ്ട് നിന്നു. അവൾ അവന്റെ മുഖത്തേക്കും. കഠിനമായ ഹൃദയമിടിപ്പുകളിലൂടെ നിമിഷങ്ങൾ കടന്നുപോയി. 2 ആത്മാക്കൾ കണ്ടെത്തുകയാണ്, ആടിക്കുലുങ്ങി ഒന്നാവുകയാണ്. ലാ ലാ, കുഞ്ഞിന്റെ കരച്ചിൽ. ആമിനയുടെ മുഖം തിരിച്ചു. അവൾ അതിന്റെ അടുത്തേക്ക് നീങ്ങി. ഹസ്സനും പിന്നാലെ ചെന്നു. ആ കൊച്ചുമുഖത്ത് അവൻ തന്റെ ജീവിതം തന്നെ നീളിച്ചതായി കണ്ടു. നിസ്വാർത്ഥമായ സ്നേഹമുള്ളതിടത്ത് ദൈവത്തിന്റെ സാന്നിധ്യം കാണും എന്ന് പറയുന്നത് ഇവിടെയാണ്. അപ്പോൾ എന്താണ് ഹസ്സന്റെ ആമിനയുടെയും കഥയിലൂടെയാണ് ഈ വെളിച്ചത്തിന്റെ വിരലുകൾ എന്ന പാഠഭാഗം അവസാനിക്കുന്നത്. ഇരുട്ട് നിറഞ്ഞ ആമിനയുടെ ജീവിതത്തിലേക്ക് വെളിച്ചം നൽകുകയാണ്. വെളിച്ചത്തിന്റെ വിരലുകൾ നീട്ടുകയാണ് ഹസ്സൻ ചെയ്യുന്നത്. അപ്പോൾ ഈ പാഠത്തിന് വെളിച്ചത്തിന്റെ വിരലുകൾ എന്ന തലക്കെട്ട് എന്തുകൊണ്ടും ഔചിത്യപൂർണം തന്നെയാണ്. അപ്പോൾ എന്താണ്, നമ്മൾ മായനിലൂടെ തുടങ്ങി ഹസ്സന്റെ ജീവിതകഥയിലൂടെ അവസാനിക്കുകയാണ്. മായന്റെ പ്രണയം എന്താണ്, സാക്ഷാത്കരിക്കാതെ പോയ ഒരു പ്രണയമാണ്. ഇവിടെ എന്താണ്, ഹസ്സന്റെയും ആമിനയുടെയും ജീവിതം പൂവിടുകയാണ് അല്ലേ. അപ്പോൾ മനോഹരമായ ഒരു പാഠഭാഗമാണ് ഇത്. എല്ലാവരും തന്നെ വായിക്കുക. നമ്മുടെ സമയം കഴിഞ്ഞു. എല്ലാവരും പാഠഭാഗം നന്നായി തന്നെ വായിക്കുക കേട്ടോ. താങ്ക് യു.